ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. ഇപ്പം റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണെന്ന്, ഞാൻ ബോറായിട്ട് അഭിനയിച്ചാൽ റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞോ. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ, മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ കളിക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, ആരും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് കുറെ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെ പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിൽ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ചേട്ടൻ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയും. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്നെ ഇതിനകത്ത് ആഷിക വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം. എനിക്ക് അറിയാൻ പറ്റും കേട്ടോ, സത്യം. എന്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല, എനിക്ക് പ്രണയമുണ്ട്. പിന്നെ പിന്നുള്ള പ്രണയം അത് വേറെ, അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളൂല. അപ്പൊ നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക പോവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എത്ര വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി, അവരുടെ പ്രണയമൊക്കെ. പക്ഷെ എൻ്റെ പ്രണയം, എൻ്റെ കാമുകയെ കാണിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ആ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ടത് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ. തൽക്കാലം ഒരു ചില കാര്യങ്ങൾ നടക്കുമായിരിക്കും.